ഹായ് നമസ്കാരം, ഞാൻ അനുമോളാണ്. കൊമക്സ് ടി വിയിലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടെ അമർത്തുക. ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. കയ്യും വിഷയ അയ്യോ, ഞാൻ ഇനി മാഡത്തിന് മുന്തിരിയും ആപ്പിളും എല്ലാം കൂടെ കൊണ്ടുവരാം. ഒരു ഗ്ലാസ് പാലും കൊണ്ട് എടുക്കട്ടെ മാഡം. കുടിക്കാൻ പോയില്ലേ? തറ കിടക്കാനാ? ആര് തറ കിടക്കാൻ പോണു? അയ്യടാ, പിന്നെ എന്റെ റൂമിൽ കിടക്കുന്നേ എന്റെ നന്ദയല്ല, നിന്റെ നന്ദയാണ് കേട്ടാ. അങ്ങേർക്ക് അവിടെ കിടക്കാമെങ്കിൽ എനിക്ക് ഇവിടെ കിടക്കാം കേട്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കാം. നീ ഇങ്ങനെ തറയിലോട്ടം കിടന്നാ മതി. എനിക്ക് തറ കിടക്കാൻ പറ്റൂല. കിടക്കണ്ട, എനിക്ക് ബെഡിൽ കിടക്കണം. എന്തോ? എനിക്ക് ബെഡിൽ കിടക്കണം. പറ്റൂല. കാര്യം ബിക്കോസ് യുവർ അച്ഛൻ ഈസ് ഇൻ മൈ ബെഡ്, അതുകൊണ്ട് കിടക്കാൻ പറ്റൂല കേട്ടാ. അങ്ങനെയാണെങ്കിലേ ഈ ബെഡ് ഞാൻ എടുക്കുകയാണ്. നീ കട്ടിൽ കിടന്നോ? എനിക്ക് കട്ടിലും വേണം ബെഡും വേണം, എനിക്ക് രണ്ടും ഉണ്ടല്ലോ ഉറങ്ങാൻ പറ്റും. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? നോ അഡ്ജസ്റ്റ്മെന്റ്. കാരണം എൻ്റെ സ്വന്തം ബെഡ്റൂമാണ് നിന്റെ അച്ഛനെ കിടക്കാൻ വേണ്ടി ഞാൻ തന്നത്. അതിൽ കൂടുതൽ വലിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും നീ എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കണ്ട കേട്ടാ. അപ്പോൾ തൽക്കാലം താഴെ കിടക്ക്, രണ്ടും എനിക്കുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നീ അങ്ങറ്റത്ത് കിടന്നോ, ഞാൻ ഇവിടെ കിടന്നോളാം. എന്തോ? നീ അവിടെ കിടന്നോ, ഞാൻ ഇവിടെ കിടന്നോളാം. അയ്യോ, നിന്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യുന്ന ഞാൻ നിർത്തി എൻ്റെ പൊന്നമ്മജി. പിന്നെ എനിക്ക് നിന്റെ കിടക്കാൻ ഭയങ്കര ആഗ്രഹമില്ലേ? എന്നാ തറ കിടന്നു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിന്റെ തന്തയില്ലേ എൻ്റെ ബെഡിൽ കിടക്കുന്നത്, അങ്ങനെ പിടിച്ച് താഴെ കിടന്നിട്ട് ഞാൻ ആ ബെഡിലാണ് കിടക്കാം. നീ ഇവിടെ ഒറ്റ കിടന്ന് മറിഞ്ഞോ? മറിയൂടി, മറിയും തിരിയും, ചിലപ്പോ തലകുത്തി മറിയും. അതെ, നിനക്ക് ചവിട്ടി കൂട്ടാളല്ലേ എന്റെ ബെഡ്. എനിക്ക് നാളെ കിടന്ന് ഉറങ്ങാളതാ. എനിക്ക് ബെഡ് ചവിട്ടി കൂട്ടുന്ന ഒരു ശീലമാണ്. നിന്റെ ബെഡ് എന്റെ അച്ഛൻ ചവിട്ടി കൂട്ടുന്നില്ല, പിന്നെ നീ എന്തിനാ എന്റെ ബെഡ് ചവിട്ടി കൂട്ടുന്നത്? മര്യാദയ്ക്ക് കിടക്കാൻ പറ്റുമെങ്കിൽ കിടന്നാൽ മതി, അല്ലെങ്കിൽ നീ വല്ല ഹാളിൽ പോയി കിടന്നുറങ്ങും. എനിക്ക് ഉറക്കം വരില്ല. എനിക്ക് ഇങ്ങനെ നീണ്ട് നിവർന്ന് വിശാലമായിട്ട് കിടന്നു. കൊച്ചിലുള്ള ഓരോ ശീലങ്ങളല്ല മോളെ. പിന്നെ തുക്കട സാഹിബിന്റെ മോനല്ലേ നിനക്ക് നീണ്ടു കിടന്ന് കിടന്നു ഉറങ്ങാൻ? തുക്കട സാഹിബിന്റെ മോനൊന്നും അല്ലെങ്കിലേ ഞാൻ കുറച്ച് ഹൈ ക്ലാസ് ആണ്. എന്റെ തന്തയെ പോലെയല്ല കേട്ടാ. എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ, നീ ഉറങ്ങി കിടക്കുമ്പോ നിന്റെ തലയിൽ പാറ കല്ല് വെച്ച് അടിച്ചു പൊട്ടിക്കും. നീ നോക്കിക്കോ. എന്റെ അച്ഛനെ വെച്ച് നീ തമാശ ഉണ്ടാക്കണം. നിന്റെ അച്ഛനെ വെച്ച് നീ തമാശ ഉണ്ടാക്കിയാൽ മതി. ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ, എനിക്ക് ഉറങ്ങണം. ഈ വെട്ടത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങിയാൽ ഈ വെട്ടത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങിയാൽ മതി. അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. മര്യാദ ലൈറ്റ് ഓഫ് ചെയ്യണം. നിനക്ക് വേണമെങ്കിൽ നീ കിടന്ന് ഉറങ്ങിയാൽ മതി. എനിക്ക് ഇതിന്റെ തീരെ വിശ്വാസമില്ല. അതെ, ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞാണ് കേട്ടാ. എനിക്ക് കുറച്ച് മാനം നാണമൊക്കെ ഉണ്ട്. അല്ല നിന്നെ പോലെ അല്ല. എല്ലാ മാന്യന്മാരും ഇടത്ത് അന്യന്മാരാ. ഇതേ എന്നെ ഇവിടെ കിടത്തായിരിക്കുള്ള നമ്പറാണെന്ന് എനിക്കറിയാം കേട്ടാ. അത് മുളങ്ങ കയ്യിൽ വെച്ചിരുന്നാൽ ഒരു നമ്പരും അല്ല. നിനക്ക് ഈ വെട്ടത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റിയെങ്കിൽ ഉറങ്ങിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ടെറസിന് വേണ്ടേലോ വല്ല തൊഴുത്തിലോ പോയി കിടന്ന് ഉറങ്ങും. എനിക്ക് നിന്റെ മെത്തം വേണ്ട, കട്ടിലും വേണ്ട, ഒരു കുന്തം വേണ്ട. നീ ഇവിടെ മൊത്തം ലൈറ്റ് കത്തിച്ചിട്. എന്നിട്ട് വേണമെങ്കിൽ പന്തോടെ ഞാൻ കത്തിച്ച് വെച്ചോളാം. പിന്നെ എന്നോടാ കളിയാവട്ടെ.
അച്ഛനും മോളും കൂടെ എന്നെ പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണല്ലേ. കിട്ടും കെട്ടി എടുത്തോണ്ട് വന്നിരിക്കുന്നത് തന്തപ്പടി. എന്നെ ആക്കടി, കളിയാക്ക്. എനിക്കൊരവസരം വരും, ഞാൻ ശരിയാക്കി തിരുടി. അന്നിന് ഒക്കെ ലൈറ്റില്ലാതെ പറ്റൂല. ഇവിടെ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യാറ് അമ്മതൊന്നും വേണ്ടല്ലോ. മകളെ, നീ എന്താ ഇവിടെ കിടക്കണേ? അച്ഛൻ ഉറങ്ങിയില്ലേ? ഇല്ല, എനിക്ക് രാത്രി അത്താഴം കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടക്കണം. അതൊരു ശീലമാണ്. നടക്കണമെങ്കിലേ അച്ഛാ, ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഹൈവേ എത്തും. അവിടെ നടക്കാൻ നല്ല സ്ഥലമുണ്ട്. അപ്പോൾ അല്ല, ഇടയ്ക്ക് ശ്രദ്ധിച്ചാൽ മതി. പാണ്ഡ്യലൂരേക്ക് വരുമ്പോൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഹൈവേരെ പോട്ട കാര്യമൊന്നുമില്ല. നമുക്ക് വീടിനകത്തൂടെ വീട്ടിനകത്തൂടെ വിട്ട് നടന്നാൽ മതി. അതിന് ധാരാളം. ഭയങ്കര കൊതുവല്ലേ മകളെ? ഭയങ്കര കൊതുക്. ഞാൻ അത് വാങ്ങിക്കൊണ്ടേ ഫാമൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുന്തിരിക്കൊട്ട് പോയിക്കണം. മറ്റേ ഇതൊന്നും വാങ്ങിച്ചു വെക്കരുത്. കുതിരയൊന്നും വാങ്ങിച്ചു വെക്കരുത്. കൊതുകുരി ഇങ്ങനെ മേടിക്കാറില്ല. അത് ശരീരത്തിന് കേടാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു കുന്തിരിക്ക വാങ്ങിച്ച് ഡെയിലി പോച്ചാൽ മതി. പൊയ്ക്കോളും കേട്ടോ. കാലൊക്കെ ഒന്നിരിക്കുന്നു. അത് കുഴപ്പമില്ല അച്ഛാ. അത് അച്ഛൻ ഉറങ്ങിക്കോ, കുഴപ്പമില്ല. ഞാൻ കൊതുകിനെയൊക്കെ ഞാൻ അടിച്ചോളാം. അല്ല, എന്തിപ്പോൾ അവിടെ കിടക്കാൻ ഇവിടെ വന്ന് കിടക്കുന്നത്? അത് പിന്നെ അവിടെ ഭയങ്കര ചൂടച്ചാ. അവിടെ ചൂടാ? ഈ വീട്ടിൽ വലിയ ചൂടൊന്നുമില്ലല്ലോ. അല്ല, എനിക്ക് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. മക്കളെ, അച്ഛൻ ഒരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയണം, മക്കൾക്ക് കൊളസ്ട്രോൾ ഉണ്ടോ? കൊളസ്ട്രോൾ ഒന്നുമില്ല അച്ഛാ. ചുമ്മാ പറയല്ല, കള്ളം പറയല്ല. ഒന്ന് ചെക്ക് ചെയ്യണം, നല്ലതാണ്. മക്കളെ, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ രാത്രി ഇങ്ങനെ ചൂട് വരുള്ളൂ. അല്ല, അത് അതുകൊണ്ടൊന്നുമല്ല അച്ഛാ. ഈ ക്ലൈമറ്റിൻ്റെ ആയതുകൊണ്ടുള്ളൊരു ചൂട് മാത്രമല്ല. അല്ല, കൊളസ്ട്രോൾ ഉണ്ട്, നോക്കണം. നോക്കാം. പിന്നെ കഴിക്കുമോ? കഴിക്കും, 3 നേരം കഴിക്കാറുണ്ട്. പക്ഷെ ഞാൻ അവളുടെ അത്ര കഴിക്കാറൊന്നുമില്ല. അവൾ ഭയങ്കര അയ്യോ, എൻ്റെ മക്കളെ, ഫുഡ് അടിക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. പിന്നെ മദ്യം കഴിക്കുമെന്നാണ് ചോദിച്ചത്. മദ്യമോ? മദ്യം ഞാൻ കഴിക്കാറില്ല. അത് എന്ത് ഇങ്ങനെ കാണിക്കണം? നീ ഒന്നും ഇങ്ങനെ കാണിക്കല്ല, ഇങ്ങനെ കാണിക്കില്ല. ഞാൻ കഴിക്കാറില്ല. കഴിക്കുമെന്നോ? കഴിക്കില്ല. കഴിച്ചാലും കുഴപ്പമില്ല, കുറേച്ചേ കഴിക്കാവൂ. കുറേശ്ശെ കഴിക്കാം. കഴിക്കുന്നത് കുഴപ്പമില്ല, കുറേശ്ശെ കഴിക്കാവൂ. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട്. വല്ലപ്പോഴൊക്കെ ബിയറൊക്കെ കഴിക്കാറുണ്ട്. അവിടെയാണ് തെറ്റി. ബിയർ കഴിക്കരുത്. ബിയർ കൊഴുപ്പാണ്. ബിയർ ചുമ്മാ അല്ല കൊളസ്ട്രോൾ പറഞ്ഞത്. ബിയർ കഴിക്കരുത്. അത് കൊഴുപ്പാണ്, അതുകൊണ്ട് അത് കഴിക്കരുത്. വലിയോ? ഇല്ല. ഉറപ്പ് തന്നെ? ഇല്ല. വല്ലപ്പോഴും ഇത്രയേ ഉള്ളൂ. പാടില്ല. ഒരു സിഗരറ്റ് പോലും വലിക്കാൻ പാടില്ല, ശരീരത്തിന് കേടാണ്. എഴുതി വെച്ച് കണ്ടിട്ടില്ല അതില്? അതെ. സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരമാണ്. വലിക്കാൻ പാടില്ല. കുടിച്ചാലും കുഴപ്പമില്ല, വലിക്കരുത്. അപ്പോൾ അത് നോക്കിക്കൊള്ളാം കേട്ടോ. ആണുങ്ങൾക്ക് എന്താണ് ആവശ്യം? ജോലി. അത് രണ്ടാമത്. ആദ്യം ആവശ്യം ഹെൽത്ത്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് കേട്ടിട്ടില്ലേ? ആദ്യം കാണുന്ന കാര്യം ഹെൽത്താണ്. അപ്പോൾ അത് നോക്കണം. അതുകൊണ്ട് പിന്നെ വലിക്കാൻ ഒന്നും ചെയ്യരുത്. കുടിക്കുന്നത് വല്ലപ്പോഴാവും. സമയത്തിന് ഭക്ഷണം കഴിക്കണം. അപ്പം പറഞ്ഞാലും ഓർമ്മ ഉണ്ടല്ലോ. ശരി, അച്ഛൻ ഉറക്കം പറഞ്ഞു. പോയി കിടന്നുറങ്ങ്. ഞാൻ ഉറങ്ങിക്കോളാം. ഞാൻ ചൂട് മാറുമ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കോളാം. ശരി, ഓക്കെ. ഓ ശരി, ഗുഡ് നൈറ്റ്. അവളെ പോലെ തന്നെ തന്തേ. 5 വയസ്സിലെ വിവരവും ഇല്ല, നാക്കിന് റെസ്റ്റും ഇല്ല. ഓരോ അവതാരങ്ങളെ പറത്തി വിട്ടോളും. ഞാൻ തരാടി, ഡിവോഴ്സ് കിട്ടിക്കോട്ട്. അവിടെ കിടന്ന് ഉറങ്ങുന്നു. അവിടെ തന്നെ കിടന്നുറങ്ങിയത്? അല്ല, മുറി കിടന്നുറങ്ങിയായിരുന്നു. ഇപ്പൊ രാവിലെ വന്ന് കിടന്നായിരിക്കും. പിന്നെ ഉറങ്ങി ഒരു ബോധം ഇല്ലല്ലോ. എങ്ങനെയുണ്ട് ഇപ്പൊ? അറിയാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, അങ്ങോട്ട് വിളിച്ചോണത്തിട്ട്. നല്ലതാ അച്ഛാ. ശരി മക്കളെ, ഓടാൻ പോയൊക്കെ പറയണ്ടേ, വ്യായാമൊക്കെ ചെയ്യണ്ടേ, 6 പാക്ക് ആക്കി എടുക്കണ്ടേ? എത്ര പറഞ്ഞാലും കേക്കില്ല അച്ഛാ. ഭയങ്കര മടിയാണ്. അങ്ങോട്ട് നോക്കി കിടന്നുറങ്ങുന്നത്. അച്ഛൻ മാറ്റി തരാം. മടിയൊക്കെ ഇപ്പൊ അച്ഛൻ മാറ്റി തരാം. മക്കളെ, ഞാൻ നടന്നു പോകോളാം. വേണ്ട, ഞാൻ വണ്ടി കയറി പോകോളാം. ഞാൻ പോകോളാം. എന്റെ മക്കളെ, ഓഫീസിൽ പോണ കാര്യമല്ല. ഓഫീസിൽ പോണ കാര്യമല്ല, ജോക്കിങ് പോണ കാര്യമാണ്. ജോഗിങ് ഞാൻ പിന്നെ അതൊന്നും പറയാൻ പറ്റില്ല.
പിന്നെ വരാൻ പിന്നെ എന്നുള്ള കാര്യമേ നമ്മൾ നികണ്ടൂരില്ല മക്കളെ. ഇപ്പൊ എല്ലാം ഇപ്പൊ നടക്കും, ഇന്ന് നടക്കണം, നാളെ ഒരു സാധനമില്ല. മക്കളെ മക്കളെ പിന്നെ ഒരു കാര്യം, ഒന്ന് നാളത്തേക്ക് വെക്കരുത്, എല്ലാം ഇന്നേ ചെയ്യണം. ഓക്കെ, പോയിട്ടോ മക്കൾ വരും. കണ്ടാ എന്റെ മോൻ പോണ കണ്ടാ, ഇനി പറയേണ്ടതുപോലെ പറഞ്ഞാലേ പോവുള്ളൂ, എല്ലാരും അതേ ചെയ്യുള്ളൂ. ചായ എടുക്കട്ടെ? ചായ ഈ സമയത്താ കുടിക്കാൻ പാടില്ല. രാവിലെ എണീറ്റോട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം, അത് മാത്രമേ കുടിക്കാവൂ. പിന്നെ ഓടി കഴിഞ്ഞതിന് വിഷമത്തിന് ശേഷം ചായ കുടിക്കാവൂ. അച്ഛാ അമ്മ ഇപ്പൊ വരുമോ ഓടാൻ? പിന്നെ കൊള്ളാം, വരുവോന്നാ. അവളിപ്പം ഭയങ്കര ഓട്ടക്കാരിയല്ലേ, എന്നെക്കാട്ടി മുമ്പ് ഭയങ്കര ഓട്ടക്കാരാണ്. എന്നും രാവിലെ കഴിക്കും, 4 മണിക്ക് എണീക്കും. ഞാൻ 5 മണിക്കാണ് ഓടാൻ പോകണം, 4 മണിക്ക് കഴിഞ്ഞാൽ അപ്പേ ഉള്ളൂ. പോണില്ലേ എന്ന് പറയുന്നത്. ഭയങ്കര ഓട്ടമാണ് ഇപ്പൊ. എന്തോന്ന് വയസ്സ് നന്നായിട്ട് ഓടി ഓടി കുറേ 2 കാര്യമുള്ളൂ കഷ്ടമായിട്ടുള്ളൂ. കുറേ ഓടും, എന്നിട്ട് പട്ടി കഴിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. എന്നിട്ട് വഴി വഴി പോണവരുടെയൊക്കെ 1/2 മണിക്കൂർ കാര്യം അത് പിന്നെ തള്ളയ്ക്ക് മോക്കും അങ്ങനെയാണ്. ഇപ്പൊ ഓടി ഓടി PT ഉഷ തോപ്പിക്കുമെന്നാണ് എനിക്കൊരു പേടി. അത്രയ്ക്ക് ഓട്ടക്കാര്. എവിടെ എന്റെ മരുമൻ പോയിട്ട് വരോ കണ്ടില്ല? ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മടിയനാണെന്ന്. മക്കളെ അവന് കക്കൂസിരുന്ന് ഉറങ്ങായിരിക്കും. എന്നാ അച്ഛൻ പോയി നോക്കിട്ട് വരാം. അല്ല മക്കളെ, മക്കള് പറഞ്ഞല്ലോ ഓടെ കൂടെ വാ. ഞാനേച്ചാ രാവിലെ ഡാൻസ് ചെയ്തു 1 മണിക്കൂർ. ആണാ? ചെയ്യണം, ഡാൻസ് ചെയ്യണം, ശരീരമൊക്കെ നോക്കണം കേട്ടാ. ശരി, അച്ഛൻ പോയി വിളിച്ചിട്ട്. അച്ഛൻ പോയിട്ടോ. വാ ഇങ്ങനെ കൈ വീശി വീശി വാ. ഓ അയ്യോ അയ്യോ, എന്തോന്ന് ഇത്ര പെട്ടെന്ന് തുറന്നോ? വയ്യ. അതെന്താണെന്നറിയാമോ? ആദ്യത്തെ ദിവസമായിട്ടാണ്, നാളെ പോകുമ്പോൾ ശരിയാവും കേട്ടാ. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോയാ. അയ്യോ മക്കൾ തണുത്തു പോകും, ശരീരം തണുക്കാൻ പാടില്ല. വയ്യ, വിട്ട് നടക്കാൻ വയ്യ. അങ്ങനെ പറഞ്ഞ എങ്ങനെ? വേണ്ട മക്കളെ, ഈ ശരീരത്തിലുള്ള കൊഴുപ്പുകളെല്ലാം പോണണ്ട. പറഞ്ഞാണ്ട കൊഴുപ്പുകൾ പറഞ്ഞാണ്ട. ഇത് കുഴപ്പമില്ല, എന്റെ വിയർപ്പാണ്. എന്റെ ദൈവമേ, ഈ വേർപ്പ് തന്നെയാണ്, ഈ കൊഴുപ്പ് തന്നെയാണ് വേർപ്പായിട്ട് പോണത്. ഇത്രയും വലിയ കമ്പനിയിലായിട്ട് ഇതൊന്നും അറിഞ്ഞൂടെ മക്കൾക്ക്? കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. കൊച്ചു പിള്ളേരെ പോലെ. ഇന്നിപ്പോ നമ്മൾ നടക്കുന്നു, നാളെ കൂടെ നടക്കും. മറ്റന്നാ മുതൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഓടി തുടങ്ങും. ബോഡിയൊക്കെ സ്ട്രോങ് ആവണ്ടേ? അച്ഛനെ കണ്ടാ? തൊട്ടോക്ക് കണ്ട് കണ്ടാ മസിലൊക്കെ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അതെന്തുകൊണ്ട് നല്ല ഫിറ്റ് ആവണം. കുറച്ച് കഴിഞ്ഞിട്ട് ഓടാച്ചാ. എന്തു മക്കളെ? അയ്യച്ചാ തളന്നാ? നടന്നാ മതിയാ? എന്നാ കാര്യം ചെയ്യ്. നോക്ക് ഇതുപോലെ 10 സിറ്റപ്സ് ഇട്. ഇങ്ങനെ 10 ഇത് 10 എടുത്ത് കഴിഞ്ഞാൽ അച്ഛനെ തൂക്കി എടുത്തോണ്ട് പോകേണ്ടി വരും. എന്തോ അത് പറ്റൂല. അപ്പൊ ഇല്ല, എന്നൊരു കാര്യം ചെയ്യ്, ശരീരം തണുക്കാൻ പാടില്ല. നടക്കാം. അച്ഛൻ നടന്നോ? ഞാൻ അച്ഛൻ നടന്നോ? ഞാൻ വന്നോളാന്ന്. മകളെ എന്തോ കാപ്പി? ഇടിയപ്പം. എന്തോ കറി? സാമ്പാർ. ഇടിയപ്പം സാമ്പാർ എന്തോ കോമ്പിനേഷൻ മകളെ? ഇടിയപ്പം വെച്ച വല്ല മുട്ടക്കറിയോ കിഴങ്ങ് കറിയൊക്കെ വെക്കണ്ടേ? പിന്നെ വേറൊരു കാര്യം, ഇന്ന് അച്ഛൻ രാവിലെ അവിയെ വിളിച്ചുണർത്തി വിട്ടില്ലേ, അതുപോലെ എന്നും മക്കള് രാവിലെ അവനെ വിളിച്ചുണർത്തി വിടണം എക്സസൈസ് ചെയ്യാൻ പോകാം. വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളാണ് ഇതൊക്കെ നോക്കേണ്ടത്. നിങ്ങളെ കയ്യിലാണ് പുരുഷന്മാരെ ആരോഗ്യം ഇരിക്കുന്നത്. എൻ്റെ അമ്മ കണ്ടില്ലേ, പണ്ടൊക്കെ എന്നെ വിളിച്ചുണർത്തി ആദ്യം വിടുമായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, അച്ഛൻ വയ്ക്കോളും. അതുപോലെ ആരെങ്കിലുമൊക്കെ തള്ളി ഉന്തി വിട്ടാലേ പോവുള്ളൂ. ഇപ്പം നീ 2-3 ദിവസം തള്ളി ഉന്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിക്കോളും. പിന്നെ അതിൻ്റെ ഒപ്പം നീ ഇവിടെ ഡാൻസ് കളിക്കാതെ അവൻ്റെ കൂടെ ഓടാൻ നോക്കണം, ശരീരം നോക്കണം. അവന് ഇഷ്ടമല്ല. എന്തോന്ന്? എക്സസൈസ് ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിനക്ക് തോന്നുന്നത്. ഞാൻ അവരുടെ പറയാം, നീ പോകുമ്പോൾ നിന്നെ കൂടെ കൊണ്ടുപോകാൻ പറയാം കേട്ടാ. എന്തായാലും നല്ല സാമ്പാർ കേട്ടോ മക്കളെ, കൊള്ളാം. മക്കളെ പ്ലേറ്റ് പ്ലേറ്റ് എവിടെ? പ്ലേറ്റ് അല്ല വേണ്ട, ഞാൻ സാധാരണ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാറാ പതിവ്. എന്തോന്ന്? അല്ല, ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാം. അതൊന്നും ശരിയല്ല, വയറില്ലാതായി പോകും. വീട്ടിലെ ഭക്ഷണം തന്നെ കഴിക്കണം, രാവിലെ വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ടേ പോവും കേട്ടാ. എടുത്തിട്ടോ? ഇല്ല, അത് വേണ്ട, ഞാൻ കഴിച്ചോളാം, കുഴപ്പമില്ല. എന്റെ പൊന്നു മക്കളെ, വയറൊക്കെയാണോ ചുമ്മാ അല്ല കൊളസ്ട്രോൾ ഷുഗർ ഒക്കെ വരുന്നത്. അൾസർ വരും, അൾസർ. പ്ലേറ്റ് എടുത്തിട്ടോ? നീ ഇവിടുന്ന് രാവിലെ ഭക്ഷണം കൊടുത്തിട്ടേ വിടാവോ അവന്? കഴിക്കൂല.
കഴിക്കില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കഴിപ്പിക്കണം. എന്റെ പൊന്നു മക്കളെ വീട്ടിലെ ഭക്ഷണമേ കഴിപ്പിക്കാവൂ. സപ്പോസ് ഇപ്പൊ അവനോട് കഴിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് പൊതിഞ്ഞ് വീട്ടിൽ കൊടുത്തേക്കണം. അവിടെ പോയി കഴിച്ചോളും. എന്ത് പറഞ്ഞു? ആര് പറഞ്ഞു? അതൊക്കെ കഴിച്ചോളൂ മക്കളെ. ഇവിടെ എന്തുണ്ടാക്കണം വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകണം കേട്ടോ. മാക്സിമം വെളിയിലെ ഫുഡ് അവോയ്ഡ് ചെയ്യണം. ഇവിടെ നിന്നേ കഴിക്കാവൂ. പിന്നെ രാവിലത്തത് ഉണ്ടാക്കി കൂടെ കൊണ്ടുപോകണം. ഉച്ചയ്ക്ക് അതും കൂടെ കഴിക്കണം കേട്ടോ. രാവിലെ ഉണ്ടാക്കുന്നതിന് കൂടെ കൊണ്ടുപോകണം. ഉച്ചയ്ക്ക് അത് കഴിക്കാം. ഉച്ചയ്ക്ക് ഉണ്ട് ആവശ്യമുണ്ട് മക്കൾ. ഞാൻ കഴിച്ചോളാം മക്കളെ. പിന്നെ ഇത് നല്ല സാമ്പാറുണ്ട് കേട്ടോ. പിന്നെ പോണ വഴിക്ക് അച്ഛനെ ബസ് സ്റ്റാൻഡിൽ ഒന്ന് ഇറക്കിക്കണം. അയ്യോ അയ്യോ പറ്റൂല മക്കളെ, പറ്റൂല. അമ്മയുടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതെ, അച്ഛൻ പറഞ്ഞ കറക്റ്റ്. അമ്മയുടെ ഒറ്റയ്ക്ക് അച്ഛൻ പെട്ടെന്ന് റെഡി ആയില്ലേ. ഇപ്പം ബസ്സുണ്ട്, 9 മണിക്ക് ബസ്സുണ്ട്. ഓ മതി മക്കളെ, കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. നീ വരുന്നില്ല കൂടെ? ശരി, അപ്പൊ അച്ഛൻ ബാഗ് എടുത്തിട്ട് വരാം. ശരി. കഴിക്കാൻ നോക്ക്. എനിക്കറിയാം കൊതികൊണ്ടാണ് എടുത്തിട്ട് കഴിക്കണേ. അച്ഛാ കഷ്ടം. ഇപ്പൊ പോവും. പിന്നെ ഞാൻ മാത്രം എന്റെ അടുത്ത ഇതൊക്കെ ഇനി ഇട്ടിരുന്നാലേ ശരിയാ. ഇതൊരു ടേസ്റ്റ് തന്നെ എൻ്റെ അടുത്തോണ്ട് പോണാവുള്ളൂ. എന്നാ ഇതും കൂടെ എടുത്തോണ്ട് പോകും. മക്കളെ പോട്ടാ. വരാം മക്കളെ, ഇടയ്ക്കിടയ്ക്ക് വരാം. അല്ല, നിങ്ങൾ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് എത്ര പ്രാവശ്യം വന്നേ? 2 3 പ്രാവശ്യം വന്നു. നിങ്ങൾക്ക് വരാമല്ലോ അങ്ങോട്ടൊക്കെ. ഫ്രീയാകുമ്പോ ഇറങ്ങാച്ച, വർക്കൊക്കെ ഉണ്ടായി. എൻ്റെ പൊന്നു മക്കളെ, ആർക്കടാ വർക്കില്ലാത്തത്? എല്ലാം വർക്ക് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമല്ല. വല്ലപ്പോഴൊക്കെ വാ കേട്ടാ. ഉറപ്പായിട്ട് കൊണ്ടുവരാം. പറഞ്ഞേട്ടാ. പിന്നെ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഫുഡിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. രാവിലെ അവനെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഉച്ചയ്ക്ക് കൊടുത്തയക്കണം. വെളിയിൽ ഫുഡ് കഴിക്കാൻ വിടരുത്. മനസ്സിലായല്ലോ? പിന്നെ മക്കളെ, എക്സസൈസ് രാവിലെ എന്നും രാവിലെ കാണണം. പിന്നെ കൊള്ളാം മക്കളെ. അവൻ മടിയനാണ്, നേരെ പോകില്ല. രാവിലെ 5 മണിക്ക് ഉണർത്തി വിടണം. 10 മണിക്ക് മക്കളും കൂടെ പോണം. ശരി, ഓക്കെ. ശരി മക്കളെ. മക്കളെ മടി കാണിക്കരുത്. പോണം കേട്ടാ. ശരി, ഫുഡിന്റെ കാര്യത്തിൽ ഓർമ്മ വേണം. ശരി, വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കരുത്. വയറ് കേടാക്കരുത്. ശരി ശരി മക്കളെ. ടാറ്റാ. അയ്യോ, എന്താണ് മാഡത്തിന്റെ പ്ലാൻ? എന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി വിട്ടാൽ മതി. അടുത്ത സ്റ്റോപ്പിൽ ഇറക്കുന്ന കാര്യമൊക്കെ വേറെ. പിന്നെ 2-3 ദിവസമായി നിന്റെ വീട്ടുകാരും കൂട്ടുകാരും കൂടെ ചേർന്ന് എനിക്കിട്ട് പണിയുന്നത് കേട്ടാ. ഇനി അതുപോലുള്ള എന്തെങ്കിലും ആണെങ്കിൽ എന്റെ മറ്റേ മുഖം നീ കാണും. നിനക്ക് ഇതിനേക്കാളും വൃത്തിയായിട്ട് മുഖം വേറെ ഉണ്ടോ? അത് ഞാൻ അറിഞ്ഞില്ല. ഓ എനിക്ക് കാണിച്ചു തരാം. മുഖം ഉണ്ടോ ഇല്ലേന്നേ ഞാൻ കാണിച്ചു തരാം. ഓ കേട്ടാ. വണ്ടി കയറി ഇരുന്നിട്ട് തരാറുണ്ടല്ലോ കാവാലോടി വിളിക്കുന്ന അങ്ങോട്ട് ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ നാണോ ഇല്ലായിട്ട് നിനക്ക് ഇറങ്ങി പൊക്കൂടെ? നാണോ ഇല്ലാത്തോണ്ട് നാണോ ഇല്ല, കുഴപ്പമൊന്നുമില്ല.
എന്താ വല്ല കണ്ണാകള്ളം കുത്തിയെടുക്കാൻ? അയ്യോ അതിന് നല്ല ഏട്ടാ, ഭയങ്കര ശക്തിയുള്ള ക്ഷേത്രമാണത്. നാടത്തിലെ പണി കിട്ടും. പണി കിട്ടുമെങ്കിലേ അത് നിനക്ക് കിട്ടൂ, അല്ലാണ്ട് എനിക്ക് കിട്ടില്ല. ഒരു കാര്യം ചെയ്യും, മോള് പോയി സദ്യയൊക്കെ ഉണ്ടാക്കി. ഞാനേ മോളുടെ അച്ഛനെ അന്വേഷിച്ചു. അപ്പൊ ഈ നേർച്ച തെറ്റിയാലേ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കാം? കിഡ്നി, കണ്ണ്, കരൽ അതൊന്നും പരിപാടിയൊന്നുമില്ല. ഞാൻ ജെനുവിനാണ് ഏട്ടാ. വെരി ബ്യൂട്ടിഫുൾ. അത് മേക്കപ്പിന്റെ ആണത്. മേക്കപ്പിന്റെ ഫുൾ ടൈം മേക്കപ്പാ. എന്ത് വില കൊടുത്തും ഈ നേർച്ച നടത്തണം, ഇല്ലെങ്കിലേ ഡിവോഴ്സ് കിട്ടത്തില്ല.